ഹായ് മക്കളെ, അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിൻ്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്ററായ സൊല്യൂഷൻസ്. അതിലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസും അതേപോലെ തന്നെ സോളുബിലിറ്റി, ഈ രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? സൊല്യൂഷൻസ് അല്ലെങ്കിൽ ലായനികൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ എന്നാണ്. ലായനിയുടെ ഗാഢത. അത് ഇപ്പോൾ എന്താ സംഭവം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ 2 ബീക്കർ എടുക്കുകയാണെന്ന് കരുതാം. ഞാനിപ്പോൾ 2 ബീക്കർ എടുത്തു. ആ 2 ബീക്കറിലും തുല്യ അളവിൽ വാട്ടർ ഒഴിച്ചു. രണ്ടെണ്ണത്തിൽ എന്തുണ്ട്? തുല്യ അളവിൽ വാട്ടർ ഉണ്ട് കേട്ടോ. രണ്ടിലും തുല്യ അളവിൽ വാട്ടർ ഉണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ഒരു സൊല്യൂഷനാക്കി മാറ്റാൻ പോവുകയാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫസ്റ്റ് ബീക്കർ ഇതാണ്, രണ്ടാമത്തെ ബീക്കർ ഇതാണ്. ഓക്കെ, ഫസ്റ്റ് ബീക്കറിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു 5 ക്രിസ്റ്റൽസ് ഇടുന്നില്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ 5 ക്രിസ്റ്റൽ ഇട്ടു, 5 എണ്ണം ഇട്ടു. അതേസമയം രണ്ടാമത്തെ ബീക്കറിലേക്ക് ഞാൻ ഒരു 2 ക്രിസ്റ്റലാണ് ഇട്ടത്. ഓക്കെ, 2 ക്രിസ്റ്റലാണ് ഇട്ടത്. അപ്പോൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഞാൻ എന്തിലേക്കാണ് ഇട്ടത്? വാട്ടറിലേക്കാണ് ആഡ് ചെയ്തത്. രണ്ടിലും ഈക്വൽ എമൗണ്ടിൽ വാട്ടർ എടുത്തിട്ട് ആ വാട്ടറിലേക്ക് ഞാൻ എന്ത് ചെയ്തു? പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ക്രിസ്റ്റൽസ് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന സംഭവം എന്താണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. എന്താണ്? സൊല്യൂട്ട് പ്ലസ് സോൾവെൻ്റ് ആണ് എന്ത്? സൊല്യൂഷൻ. അപ്പോൾ ഇതിൽ വാട്ടറാണ് എന്ത്? സോൾവെൻ്റ് ആയിട്ട് വരുന്ന ആൾ. വാട്ടറാണ് സോൾവെൻറ്റ്. ഇവിടെയും അത് തന്നെ, വാട്ടറാണ് സോൾവെൻ്റ് വരുന്നത്. അപ്പോൾ സൊല്യൂട്ട് ആരാണ്? നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് എന്ത്? അതായത് KMnO4 ആണ് എന്ത്? നമ്മുടെ സൊല്യൂട്ടായിട്ട് വരുന്നത്, ലീനമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ബീക്കറിൽ ഞാൻ 5 ക്രിസ്റ്റൽ ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ബീക്കറിൽ ഞാൻ 2 ക്രിസ്റ്റലാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ സൊല്യൂഷൻ ആക്കിയതിന് ശേഷം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഫസ്റ്റ് ബീക്കറിൽ കുറച്ച് ഇൻറ്റൻസിറ്റി ഓഫ് കളർ കൂടുതലാണെന്ന് മനസ്സിലായി. അതായത് കളർ കുറച്ച് കൂടുതലാണെന്ന് മനസ്സിലായി. അതേസമയം രണ്ടാമത്തെ ബീക്കറിലോ കളർ കുറച്ച് കുറവാണെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഫസ്റ്റ് ബീക്കറിലാണ് എന്ത് കൂടുതൽ? ആ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കുറച്ച് അളവ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കൂടുതൽ. അതിനെ പറയും കോൺസെൻട്രേഷൻ കൂടുതൽ എന്ന് പറയും. ഫസ്റ്റ് ബീക്കറിൽ എന്ത് കൂടുതലാണെന്ന് പറയും? കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് പറയും. അതായത് ഗാഢത കൂടുതലാണെന്ന് പറയും. അതേസമയം സെക്കൻഡ് ബീക്കറിലോ നിറം കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തെ ബീക്കറിൽ കോൺസെൻട്രേഷൻ എന്താണ്? കുറച്ച് കുറവാണ്, ഗാഢത കുറച്ച് കുറവാണ്. അപ്പോൾ ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. എന്താണെന്ന് നോക്കിയാൽ, ഞാൻ ഇതിൽ ഒന്നാമത്തിൽ 5 ക്രിസ്റ്റലും രണ്ടാമത്തിൽ 2 ക്രിസ്റ്റലാണ് ഇട്ടത്. അപ്പോൾ ക്രിസ്റ്റലിൻ്റെ അളവ്, അതായത് സൊല്യൂട്ടിൻ്റെ അളവ് കുറഞ്ഞപ്പോൾ എന്ത് കുറഞ്ഞു? കോൺസെൻട്രേഷൻ കുറഞ്ഞു എന്ന് മനസ്സിലായി. അതേപോലെ ഫസ്റ്റ് ബീക്കറിൽ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്ത്? കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സൊല്യൂട്ടിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ആ കാര്യം മനസ്സിലേക്ക് വരണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചായയുടെ കേസ് പറയുകയാണെങ്കിൽ 2 സ്പൂൺ തേയിലിടുമ്പോഴും 5 സ്പൂൺ തേയിലിടുമ്പോഴും കടുപ്പം ഏതിൽ കൂടും? 5 എണ്ണം ഇട്ടല്ലേ? കടുപ്പം മീൻസ് കോൺസെൻട്രേഷൻ ഏതിലാണ് കൂടുന്നത്? 5 എണ്ണം ഇട്ടല്ലേ? അതായത് സൊല്യൂട്ടിൻ്റെ അളവ് കൂടുമ്പോൾ എന്ത് കൂടുന്നുണ്ട്? കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്. ആ കാര്യമാണ് മനസ്സിലേക്ക് വരേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് കോൺസെൻട്രേഷൻ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇതാ വരുന്നു. കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ്. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവാണെന്ത്? ലായനിയുടെ ഗാഢത എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, സെറ്റായിട്ട് പഠിച്ചു വെക്കുക. ഞാനൊരു എക്സാമ്പിളോട് കാണിച്ചു തരാം. എന്താ നോക്കിക്കോ. കണ്ടോ, ഇപ്പം എൻ്റെ കയ്യിൽ 2 ഗ്ലാസ് ഉണ്ട്. 2 എണ്ണത്തിലും എന്തുണ്ട്? പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ സൊല്യൂഷനാണുള്ളത്. ഇപ്പോൾ നമുക്ക് കണ്ടറിയാം, ഇത് ഫസ്റ്റ് ബീക്കറാണ്, ഇത് സെക്കൻഡ് ഗ്ലാസ് ആണെന്ന് കരുതാം, ബീക്കറിലെ ഗ്ലാസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗ്ലാസ്സിൽ എന്ത് കൂടുതലാണ്? സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കടുപ്പം എന്താണ്? കുറച്ച് കൂടുതലാണ് അല്ലേ? അതായത് കോൺസെൻട്രേഷൻ എന്താണ്? കുറച്ച് കൂടുതലാണ് ഫസ്റ്റ് ഗ്ലാസ്സിൽ. അതേസമയം സെക്കൻഡ് ഗ്ലാസ്സിലാണെങ്കിലോ സൊല്യൂട്ടിൻ്റെ അളവ് കുറവാണ്. അതുകൊണ്ട് എന്താണ്? കോൺസെൻട്രേഷനും കുറവാണെന്ന് പറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടുതൽ ഇതിലാണ്. അതായത് മോർ സൊല്യൂട്ട് ഉണ്ട്, കൂടുതൽ സൊല്യൂട്ട് ഉണ്ട് ഇതിൽ കേട്ടോ. മോർ സൊല്യൂട്ട് ഇതിലുണ്ട്. ഇതിലാണെങ്കിലോ ലെസ് സൊല്യൂട്ടാണുള്ളത്, കുറവ് ലീനമാണ് ഉള്ളത്, കുറവ് അളവിൽ ലീനമാണുള്ളത് രണ്ടാമത്തിൽ. അതുകൊണ്ട് എന്ത് കുറവാണ്? കടുപ്പം കുറവാണ്. അതായത് കോൺസെൻട്രേഷൻ കുറവാണെന്ന് പറയും, ഗാഢത കുറവാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സൊല്യൂഷൻസിനെ പേര് പറയുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞുതരാൻ നോക്കിക്കോ. ഇതാ, ഇതിൽ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലുള്ള ഇതിനെ വിളിക്കുന്ന പേര് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. അതായത് നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ എന്ത് കൂടുതലാണ്? കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് പറഞ്ഞൂടെ? ഗാഢത കൂടുതലാണെന്ന് പറഞ്ഞൂടെ?
അങ്ങനെ ഗാഢത കൂടിയ, അതായത് കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണെന്ത്? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, ഗാഢലായനി എന്ന് പറയുന്നു. അതേസമയം തന്നെ സൊല്യൂട്ടിൻ്റെ അളവ് കുറവാണെന്ന് കരുതുക. നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ലീനത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണെന്ത്? ഡൈല്യൂട്ട് സൊല്യൂഷൻ അഥവാ നേർത്ത ലായനി എന്ന് പറയുന്നു. ഓക്കെയാണ് പറഞ്ഞ കാര്യങ്ങൾ? നല്ല രീതിയിൽ അടിപൊളിയായി പഠിച്ചു പോകണം കേട്ടോ. ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് പറയാൻ പോകുന്നത് നോക്കിക്കോ, ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറച്ച് യൂണിറ്റുകളുണ്ട്, അതാണ് പറയാൻ പോകുന്നത് കേട്ടോ. യൂണിറ്റ്സ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, ലായനിയുടെ ഗാഢത സൂചിപ്പിക്കുന്ന അളവുകൾ. നമുക്ക് തൽക്കാലം ഒരെണ്ണം പഠിച്ചാൽ മതി, അതാണ് മാസ് പേഴ്സൻറ്റേജ് എന്ന് പറയും. മാസ് പേഴ്സൻറ്റേജ് ഇത് എന്താണ് സംഭവം എന്നുള്ളത്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബീക്കർ ഉണ്ട്. ആ ബീക്കറിൽ കുറച്ച് സോൾവെൻ്റ് ഉണ്ട്. ഓക്കെ, കുറച്ച് സോൾവെൻ്റ് ഉണ്ട്. ഞാനിതിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്തുകൊണ്ട് ഇതിനെ സൊല്യൂഷനാക്കി മാറ്റാൻ പോവുകയാണ്. ലീനത്തിനെ ചേർത്തുകൊണ്ട് ലായനിയാക്കി മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്രത്തോളം സൊല്യൂട്ട് ഞാൻ ആഡ് ചെയ്തു, അതായത് ഇതിപ്പോൾ സൊല്യൂട്ട് ആഡ് ആയി കഴിഞ്ഞാൽ സൊല്യൂഷനായിട്ട് മാറും. ആ സൊല്യൂഷനിൽ എത്രത്തോളം സൊല്യൂട്ട്, എത്ര ഗ്രാം സൊല്യൂട്ട് ഞാൻ ആഡ് ചെയ്തു എന്നുള്ളത് പേഴ്സൻറ്റേജിൽ പറയുന്നതാണ് എന്ത്? മാസ് പേഴ്സൻറ്റേജ് എന്ന് പറയാം. നോക്കിയാൽ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ദ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂഷൻ ഇൻ പേഴ്സൻറ്റേജ്. അതായത് നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ട് എന്നുള്ളത് പേഴ്സൻറ്റേജിൽ പറയുന്നതാണ് എന്ത്? മാസ് പേഴ്സൻറ്റേജ്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ലായനിയിൽ എത്ര ഗ്രാം ലീനം ലയിച്ച് ചേർന്നിട്ടുണ്ട് എന്നുള്ളത് പേഴ്സൻറ്റേജിൽ പറയാം. കിട്ടിയ പറഞ്ഞ കാര്യം? അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇറ്റ് എക്സ്പ്രസസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാം പ്രസൻറ്റ് ഇൻ 100 ഗ്രാം ഓഫ് ദ സൊല്യൂഷൻ. 100 ഗ്രാം സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയ വരുന്നത്. ഓക്കെ, ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ മാസ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണിത്. ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ മാസ് ശതമാനത്തിൽ പ്രസ്താവിക്കാം. ഐഡിയ ക്ലിയർ ആയോ? ഒന്നുകൂടി പറഞ്ഞു തരാൻ ശ്രദ്ധിച്ചിരുന്നോ? നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതിനെ പേഴ്സൻറ്റേജിൽ പറയുന്നതാണ് എന്ത്? മാസ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്. പേഴ്സൻറ്റേജ്. ഓക്കെ, നമുക്കിനി മാസ് പേഴ്സൻറ്റേജിൻ്റെ ഫോർമുല കാണാം. എങ്ങനെയാണ് മാസ് പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുക എന്നുള്ളത്? ഇതാ വരുന്നു. മാസ് പേഴ്സൻറ്റേജ് ഓഫ് എ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അതായത് നമ്മൾ സാധാരണ എക്സാമിനൊക്കെ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ പേഴ്സൻറ്റേജ് കാണില്ലേ, അതേ രീതിയാണ് വരുന്നത്. എന്താണ്? കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സൊല്യൂട്ടിൻ്റെ പേഴ്സൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഏതിൽ? സൊല്യൂഷനിൽ. അതുകൊണ്ട് മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോ, മാസ് പേഴ്സൻറ്റേജ് ഓഫ് എ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെയാണ് പറഞ്ഞ കാര്യം? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. ഇതാ വരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് 10 ഗ്രാം ഓഫ് കോമൺ സാൾട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 90 ഗ്രാം ഓഫ് വാട്ടർ. ഓക്കെ, അതാണ് കണ്ടീഷൻ. ഹൗ ഈസ് ദ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റഡ് ഇൻ ടേംസ് ഓഫ് മാസ് പേഴ്സൻറ്റേജ്? മാസ് പേഴ്സൻറ്റേജ് കാണണം നമുക്ക് ഇവിടെ കേട്ടോ. അപ്പോൾ നമുക്കറിയാവുന്ന കേസ് എന്താണ്? ഫോർമുല നമുക്കറിയാം അല്ലേ? എന്താണ് ഫോർമുല? മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. ഇവിടെ സൊല്യൂട്ടിൻ്റെ മാസം തന്നിട്ട് എന്താ? 10 ഗ്രാം ആണ് തന്നിരിക്കുന്നത്. 10 ഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? സൊല്യൂട്ടിൻ്റെ മാസം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? പിന്നെ അതിലെന്ത് വേണം? ഡിവൈഡ് ബൈ എന്ത് വേണം? മാസ് ഓഫ് ദ സൊല്യൂഷൻ വേണ്ടേ? ഇവിടെ തന്നിട്ടുള്ള കാര്യം എന്താണ്? ഡിസോൾവ്ഡ് ഇൻ 90 ഗ്രാം ഓഫ് വാട്ടർ. 90 ഗ്രാം വാട്ടർ എന്ന് പറയുമ്പോൾ എന്താ? വാട്ടർ ഇവിടുത്തെ സോൾവെൻ്റ് ആണ് കേട്ടോ. വാട്ടർ എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ് ആണ്. അപ്പോൾ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുള്ളൂ? സൊല്യൂഷൻ ആവുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്കറിയാവുന്നൊരു ഫോർമുല ഉണ്ട്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സൊല്യൂട്ട് പ്ലസ് സോൾവെൻ്റ് ആണ് വരിക. സൊല്യൂട്ട് പ്ലസ് സോൾവെൻ്റ്. ഓക്കെ, ലീനം പ്ലസ് ലായകമാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സൊല്യൂട്ട് എത്ര ഗ്രാമാ? 10 ഗ്രാം വരുന്നുണ്ട്. സോൾവെൻ്റ് ആണ് വാട്ടർ. എത്ര വരും? 90. അപ്പോൾ ടോട്ടൽ നമ്മുടെ സൊല്യൂഷൻ്റെ മാസ്റ്റർ വരുന്നത് 100 ഗ്രാം വരും കേട്ടോ. ഈ ഒരു ഐഡിയ മനസ്സിൽ വേണം, ഇത് മറക്കരുത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? സൊല്യൂട്ട് പ്ലസ് സോൾവെൻ്റ് ആണ് വരുന്നത്. 10 + 90 = 100 ഗ്രാം ആണ് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഇതാ വരുന്ന ആൻസർ നോക്കിയടാ. തന്നിട്ടുള്ള കണ്ടീഷൻ ഇതാണ്. മാസ് ഓഫ് ദ സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു 10 ഗ്രാം. മാസ് ഓഫ് ദ സോൾവെൻ്റ് എന്ന് പറയുമ്പോൾ എന്താ? 90 ഗ്രാം. മാസ് ഓഫ് സോൾവെൻ്റ് എത്രയാ? 90 ഗ്രാം. സോ മാസ് ഓഫ് ദ സൊല്യൂഷൻ, ലായനിയുടെ മാസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കിയാൽ സൊല്യൂട്ട് പ്ലസ് സോൾവെൻ്റ് ആണ് എന്ത്? സൊല്യൂഷൻ അല്ലേ? സൊല്യൂട്ടിൻ്റെ മാസും സോൾവെൻറ്റിൻ്റെ മാസും കൂട്ടുമ്പോൾ എന്ത് കിട്ടുക? സൊല്യൂഷൻ്റെ മാസ് കിട്ടുക. അപ്പോൾ എന്ത് വരും? 10 + 90, ഐ മീൻ 10 + 90, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഗ്രാം. അപ്പോൾ 100 ഗ്രാമാണ് എന്ത്? സൊല്യൂഷൻ്റെ മാസ്.
ദെൻ നമ്മുടെ ഫോർമുല അനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ മാസ് ഓഫ് ദ സൊല്യൂട്ട് എത്രയാണ് 10 ആണ്. മാസ് ഓഫ് സൊല്യൂഷൻ എത്രയാണ് 100 ആണ്. ദാറ്റ് ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു എന്ത് വരും 10% കിട്ടും. അപ്പോൾ ഇതാണ് എന്ത് മാസ് പെർസെൻറ്റേജ്. അപ്പോൾ ഇതേ രീതിയിൽ വേണം മാസ് പെർസെൻറ്റേജ് കാണാനായിട്ട്. കേട്ടല്ലോ, ക്ലിയർ ആണല്ലോ. സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡ് ബൈ സൊല്യൂഷൻ്റെ മാസ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, സെറ്റ്. ഇതാ വരുന്നു. നെക്സ്റ്റ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതെന്താ സംഭവം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ എത്രത്തോളം സൊല്യൂട്ട് ഡിസോൾവ് ആകാമോ അത്രത്തോളം സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ആയി. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെന്ന് കരുതാം, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഉണ്ടെന്ന് കരുതാം. ഓക്കെ, ആ വെള്ളത്തിൽ എത്രത്തോളം സൊല്യൂട്ടിനെ എനിക്ക് ലയിപ്പിക്കാമോ ഡിസോൾവ് ആക്കാമോ അത്രത്തോളം സൊല്യൂട്ട് ഡിസോൾവ് ആയിക്കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൽ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ ഞാനൊരു സോൾട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്, ഉപ്പിടാന്ന് കരുതാം. ഇളക്കി ഉപ്പിട്ടു, വീണ്ടും ഇളക്കി, കുറേ നേരം ഇളക്കി കഴിഞ്ഞാലും എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ, ആ ഗ്ലാസിൻ്റെ അടിയിൽ കുറച്ച് സോൾട്ട് അലിയാണ്ട് കിടക്കും, കുറച്ച് സോൾട്ട് ഡിസോൾവ് ആകൊണ്ട് കിടക്കും. എന്ത് ചെയ്താലും എന്ത് ചെയ്യുന്നില്ല, ലയിക്കുന്നില്ല, ഡിസോൾവ് ആകുന്നില്ല. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, ഡിസോൾവ് ആകുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, ആ ഗ്ലാസ് വെള്ളത്തിൽ എത്രത്തോളം സൊല്യൂട്ട് ഡിസോൾവ് ആകാമോ അത്രത്തോളം സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി ഡിസോൾവ് ആകില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ടെമ്പറേച്ചർ എന്താവണം, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. കാരണം ടെമ്പറേച്ചർ മാറുമ്പോൾ ഡിസോൾവ് ആകുന്നതിൻ്റെ അളവ് മാറും. ആ നിങ്ങൾ കുറച്ച് ചെയ്യുമ്പോൾ പഠിക്കും. ഓക്കെ, സെറ്റ്. ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലേ. ശ്രദ്ധിച്ചാടാ, സൊല്യൂഷൻ ഒബ്റ്റൈൻഡ് ബൈ ഡിസോൾവിങ് ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഇസ് കോൾഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് ലഭിക്കുന്ന ലായനിയാണത് പൂരിത ലായനി. ഓക്കെ, പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അപൂരിത ലായനി. ഇതൊന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടല്ലോ, അതിനേക്കാൾ മുമ്പത്തെ അവസ്ഥ, അതായത് സാച്ചുറേഷൻ ആകുന്നതിന് മുമ്പുള്ള അവസ്ഥ. ഇനിയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, സൊല്യൂട്ട് ആഡ് ചെയ്യാം. ഇനിയും ആഡ് ചെയ്താൽ അത് ഡിസോൾവ് ആകാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് ലയിക്കാണ്ട് അടിയിൽ കിടക്കില്ല. ഐ മീൻ ഡിസോൾവ് ആകാണ്ട് അടിയിൽ കിടക്കില്ല കേട്ടോ. ഇനിയും ഇട്ട് കഴിഞ്ഞാലും ഡിസോൾവ് ആയിക്കൊണ്ടിരിക്കും. അതാണ് അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. നോക്കിയാൽ a solution obtained by dissolving less amount of solute than that required to make the solution saturated at a particular temperature is called unsaturated solution. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാക്കാൻ ആവശ്യമായതിനേക്കാൾ കുറവ് ലീനം ലയിപ്പിച്ച ലായനിയെ അപൂരിത ലായനി എന്ന് പറയുന്നത്. കുറവ് സൊല്യൂട്ടാണ് ഡിസോൾവ് ആയിട്ടുള്ളത്. വി ക്യാൻ ആഡ് ആൻഡ് വി ക്യാൻ ഡിസോൾവ് മോർ സൊല്യൂട്ട്, അതാണ് എൻ്റെ അർത്ഥം. ഇനിയും വേണമെങ്കിൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമുക്കൊരു കമ്പാരിസൺ കാണാം. നോക്കിയാടാ, രണ്ട് ബീക്കർ ഉണ്ട് ഇവിടെ, രണ്ടെണ്ണം ഉണ്ട് അല്ലേ, രണ്ടെണ്ണം ഉണ്ട്. ഇത് ഒന്നാമത്തെ ആൾ, ഇത് രണ്ടാമത്തെ ആൾ. ഇതിലേതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് നോക്കിയാൽ ഇയാളാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. പൂരിത ലായനി ആരാ, രണ്ടാമത്തെയാണ്. എന്തുകൊണ്ടാണെന്നറിയോ, ഇതിൽ കുറച്ച് സൊല്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസോൾവ് ആകാണ്ട് കിടക്കുന്നുണ്ട്. അതായത് നമ്മൾ പരമാവധി ട്രൈ ചെയ്തു ലയിപ്പിക്കാനായിട്ട്, ഡിസോൾവ് ആക്കാനായിട്ട്, എന്നിട്ടും ഡിസോൾവ് ആകാതെ കിടക്കുന്ന കുറച്ച് സൊല്യൂട്ട് ഇവിടെയുണ്ട്. അതിനർത്ഥം എന്താണ്, ഈ സൊല്യൂഷൻ എന്ത് സൊല്യൂഷനാ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെന്ന് അർത്ഥം, പൂരിത ലായനിയാണെന്ന് അർത്ഥം. ഇനി ആഡ് ചെയ്താൽ ലയിക്കില്ല. ഓക്കെ, ഇതാണ് സാച്ചുറേഷൻ്റെ അവസ്ഥ. ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ഇതിൽ കുറച്ച് സൊല്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസോൾവ് ആകാതെ കിടക്കുന്നെന്ന് പറഞ്ഞില്ലേ. കുറച്ച് എന്ത് ചെയ്യുന്നു, കണ്ട, ഡിസോൾവ് ആകാതെ കിടക്കുന്നില്ല ഇവിടെ. ഓക്കെ, ഇപ്പോൾ ചെയ്യാൻ പോണ കാര്യം, ഞാൻ ഇതിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കും, ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയോ, ഈ ഡിസോൾവ് ആകാതെ കിടക്കുന്ന ഈ സൊല്യൂട്ട് ഇതിൽ ഡിസോൾവ് ആകും. സാച്ചുറേഷൻ ആയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഡിസോൾവ് ആകാതെ കിടക്കുന്നത് അല്ലേ. ഞാൻ എന്ത് ചെയ്തു, ഹീറ്റ് ചെയ്തു, ചൂടാക്കിയപ്പോൾ സംഭവിച്ചു, സാച്ചുറേഷൻ ആയതിനു ശേഷം ലയിക്കാതെ കിടക്കുന്ന, ഡിസോൾവ് ആകാതെ കിടക്കുന്ന ആ സൊല്യൂട്ട് ഉണ്ടല്ലോ, അയാൾ എന്ത് ചെയ്തു, ഡിസോൾവ് ആയി. അതായത് സാച്ചുറേഷൻ ആവാൻ എത്ര സൊല്യൂട്ട് ആവശ്യമുണ്ടോ അതിനേക്കാൾ കൂടുതൽ സൊല്യൂട്ട് ഇതിൽ ഇപ്പോൾ ഡിസോൾവ് ആയി ചൂടാക്കി കഴിഞ്ഞപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സാച്ചുറേഷൻ ആകാനായിട്ട് എത്രത്തോളം സൊല്യൂട്ട് ഡിസോൾവ് ആകണോ അതിനേക്കാൾ കൂടുതൽ സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഇവിടെ ചെയ്താൽ പോലെ ചൂടാക്കുമ്പോൾ സംഭവിക്കുക, കൂടുതൽ സൊല്യൂട്ട് ഡിസോൾവ് ആയിക്കോളും കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റൻ്റെ കൂടെ എന്ത് വരും, സൂപ്പർ വരും, സൂപ്പർ പവർ വരും, സൂപ്പർ ഹീറോ എന്നൊക്കെ പറയില്ല, അതേപോലെ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എങ്ങനെ കിട്ടുന്നത്, സാച്ചുറേഷൻ ആകാനായിട്ട് എത്രത്തോളം സൊല്യൂട്ട് ആവശ്യമുണ്ടോ അതിനേക്കാൾ കൂടുതൽ സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ടോ. ഇതാ ഡെഫിനിഷൻ നോക്കിയാടാ, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അതിപൂരിത ലായനി. എന്താണ് നോക്കിയാൽ,
എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാൻ റിക്വയർഡ് ടു സാച്ചുറേറ്റ് ഇറ്റ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഓക്കെ, ഓൾറെഡി പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് നമ്മുടെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്തു, എത്രത്തോളം വേണം സൊല്യൂട്ട് നമുക്കറിയാം ആ സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടി. അതിനേക്കാൾ കൂടുതൽ സൊല്യൂട്ട് ഡിസോൾവ് ആക്കി കഴിഞ്ഞാൽ അപ്പോൾ കിട്ടുന്ന ലായനിയാണെന്ത്, അപ്പോൾ കിട്ടുന്ന സൊല്യൂഷനാണ് എന്ത്, സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. കിട്ടിയ പറഞ്ഞ ഐഡിയ ക്ലിയർ ആണല്ലോ അല്ലേ? പഠിച്ചു വയ്ക്കുക കേട്ടോ. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാക്കാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ ലീനം, കൂടുതൽ സൊല്യൂട്ട് ചേർന്ന ലായനിയെ അതിപൂരിത ലായനി എന്ന് പറയുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. സെറ്റ്? ഓക്കെ ഓക്കെ ദെൻ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കേട്ടോ. സോളുബിലിറ്റി അല്ലെങ്കിൽ ലേയത്വം എന്ന് പറയുന്നത്. സോളുബിലിറ്റി എന്താണെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബീക്കർ ഉണ്ട്. ആ ബീക്കറിൽ ഞാൻ വാട്ടർ എടുത്തിട്ടുണ്ട്. നോർമലി പറയുന്ന പോലെയുള്ള ഇവിടെ ഞാൻ കുറേ ചേഞ്ച് വരുത്തുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള വാട്ടറിൻ്റെ അളവ് ഞാൻ 100 ഗ്രാമാണെന്ന് പറയാണ്, 100 ഗ്രാം ആണെന്ന് പറയാം. എൻ്റെ കയ്യിൽ 100 ഗ്രാം വാട്ടർ ഉണ്ട്. ദാറ്റ് മീൻസ് 100 ഗ്രാം സോൾവെൻ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇതിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? ഈ 100 ഗ്രാം സോൾവെൻറ്റിനെ സാച്ചുറേറ്റഡ് സൊല്യൂഷനാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സോളുബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതെന്നുണ്ടെങ്കിൽ ഈ 100 ഗ്രാം സോൾവെൻറ്റിനെ സാച്ചുറേറ്റഡ് സൊല്യൂഷനാക്കി മാറ്റാൻ വേണ്ടി എത്ര ഗ്രാം സൊല്യൂട്ട് ചേർക്കണം എന്നുള്ളതാണ് സോളുബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള 100 ഗ്രാം സോൾവെൻറ്റിനെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനാക്കി മാറ്റാനായിട്ട് എത്ര ഗ്രാം സൊല്യൂട്ട് ആഡ് ചെയ്യണം എന്നുള്ളതാണ് എന്ത്, സോളുബിലിറ്റി. എൻ്റെ കയ്യിലുള്ള 100 ഗ്രാം ലായകത്തെ പൂരിത ലായനിയാക്കാൻ വേണ്ടി എത്ര ഗ്രാം ലീനം ചേർക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഡെഫിനിഷൻ നോക്കിയാടാ? ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാംസ് ഓക്കെ റിക്വയർഡ് ടു സാച്ചുറേറ്റ് 100 ഗ്രാം ഓഫ് എ സോൾവെൻറ്റ്. 100 ഗ്രാം സോൾവെൻറ്റിനെ സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടി എത്ര ഗ്രാം സൊല്യൂട്ട് ചേർക്കണം എന്നുള്ളതാണ് എന്ത്, സോളുബിലിറ്റി അറ്റ് എ ഗീവൺ ടെമ്പറേച്ചർ. നേരത്തെ എപ്പോഴും പറഞ്ഞു താപനില എന്ത് ചെയ്യാൻ പാടില്ല, മാറാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവാണെന്ത്, ലേയത്വം. ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ട്, ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന് ടെമ്പറേച്ചർ, രണ്ടാമത്തെ പ്രഷർ, മൂന്നാമത്തെ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്, നാലാമത്തെ നേച്ചർ ഓഫ് ദ സോൾവെൻറ്റ്. താപനില, മർദ്ദം, ലീനത്തിൻ്റെ സ്വഭാവം, ലായകത്തിൻ്റെ സ്വഭാവം. ഈ 4 കാര്യങ്ങളാണ് എന്ത്, നമ്മുടെ ലേയത്വത്തെ അല്ലെങ്കിൽ സോളുബിലിറ്റിയെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്. ഓക്കെ ആണോ? ഇനി നമുക്ക് പറയാനുള്ളത് സോളുബിലിറ്റി കർവാണ്, ലേയത്വ കർവ്. അതായത് ഇത് വലിയ കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല, നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് പറഞ്ഞ സോളുബിലിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഗ്രാഫാണ് കേട്ടോ. നമ്മൾ ഈ ഗ്രാഫിൽ ചെയ്തിരിക്കുന്നത് സോളുബിലിറ്റി ഉണ്ട്, അതേപോലെ ടെമ്പറേച്ചർ ഉണ്ട്. ടെമ്പറേച്ചർ വേഴ്സസ് സോളുബിലിറ്റി ആണ് ഉദ്ദേശിച്ചത്. താപനിലയും ലേയത്വം നമ്മളുടെ ഗ്രാഫാണ്. നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ സോളുബിലിറ്റിയുടെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ 0 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ സോളുബിലിറ്റി വരുന്നത് ഏകദേശം 11 വരുന്നത്, 11 വരും, 11 ഗ്രാം വരും. ഓക്കെ, ടെമ്പറേച്ചർ കൂടി വരുന്നതനുസരിച്ച് ആ പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ കേസിൽ സോളുബിലിറ്റി മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കൂടി വരെ ചെയ്യുന്നത്. നമുക്കിത് മാത്രം പഠിച്ചാൽ മതി. നമ്മുടെ കയ്യിലുള്ള ഈ സോൾട്ടുകളുടെ കേസിൽ പൊട്ടാസ്യം നൈട്രേറ്റോ സോഡിയം ക്ലോറൈഡോ പൊട്ടാസ്യം ക്ലോറൈഡോ പൊട്ടാസ്യം ക്ലോറൈറ്റ് എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, ഈ പറഞ്ഞ സോൾട്ടുകളുടെ കേസിൽ സോളുബിലിറ്റി എന്ന് പറയുന്ന സംഭവം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സോളുബിലിറ്റി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, ലയത്വം കൂടുന്നു. അതാണ് കൊടുത്തിരിക്കുന്നത് കണ്ട, ലയത്വ കർവ് കണ്ട മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ട. അതായത് ഇവിടുത്തെ ഐഡിയ ഇത്രയേ ഉള്ളൂ, സോളുബിലിറ്റി എന്ന് പറയുന്ന സംഭവം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഞാനൊരു ചെറിയ കാര്യം കൂടി കൂട്ടത്തിൽ പറഞ്ഞേക്കാം. വേറെ ഒന്നുമല്ല, ഇപ്പം ഞാൻ ഈ തന്നിരിക്കുന്ന ആൾക്കാർ പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ആയിക്കോട്ടെ, ഇവരുടെ പ്രത്യേകത ഇവരൊക്കെ സൊല്യൂട്ടുകളാണ്. ഈ സൊല്യൂട്ടുകൾ സോളിഡ് സ്റ്റേറ്റിലുള്ള സൊല്യൂട്ടുകളാണ്, ഖരരൂപത്തിലുള്ള ലീനങ്ങളാണ്. ഓക്കെ, അതിൻ്റെ സോളുബിലിറ്റിയുടെ ഗ്രാഫാണ് തന്നിരിക്കുന്നത് കേട്ടോ. അതായത് ടെമ്പറേച്ചറും സോളുബിലിറ്റി നമ്മുടെ റിലേഷൻ ഏതിൻ്റെ കേസിൽ, ഖരരൂപത്തിലുള്ള സോളിഡ് സ്റ്റേറ്റിലുള്ള സൊല്യൂട്ടുകളുടെ കേസിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? സോളുബിലിറ്റി എന്ന് പറയുന്ന സംഭവം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ? ദെൻ അടുത്തൊരു ടോപ്പിക് കൂടി പറഞ്ഞ് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. അതാണ് ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നു. ഇൻ കേസ് ഓഫ് സോളിഡ് സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ ലിക്വിഡ് സോൾവെന്റ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് സോളുബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. ഇതെന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു പാത്രം എടുത്തു,
അതിൽ ഞാൻ വാട്ടർ എടുത്തു. ഇവിടുത്തെ കേസിൽ വാട്ടറാണ് സോൾവെൻറ്റ്. ഓക്കെ, ഞാൻ അതിലേക്ക് സോൾട്ട് ഇടാൻ പോവാണ്. നമ്മൾ ഉപ്പ് NaCl ഇടാൻ പോവാണ്. ഓക്കെ, സോൾട്ടാണ് എന്ത് സൊല്യൂട്ട്. നമ്മുടെ കയ്യിലുള്ള സോൾവെൻ്റ് എന്ന് പറയുന്ന ആൾ വാട്ടറാണ്. ആ വാട്ടറിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, ഭൗതിക അവസ്ഥ എന്താണ്? ദ്രാവകമാണ്, ലിക്വിഡാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സോൾവെൻ്റ് എന്താണെന്ന് നോക്കിയാൽ സോൾവെൻ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അതേപോലെ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ആളെ ഉപ്പാണ്. ഉപ്പ് മീൻസ് സോൾട്ടാണ്. ഇപ്പോൾ NaCl അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്, പഞ്ചസാര ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണെന്ന് അറിയോ? സോളിഡാണ്, ഖരരൂപമാണ്, ഖരം, സോളിഡ് സൊല്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിന്റ് ഇതാണ് പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള സൊല്യൂട്ട് സോളിഡാണ്, ഖരരൂപത്തിലുള്ള ലീനമാണ്. അതിനെ ലിക്വിഡ് ഫോമിലുള്ള സോൾവെൻറ്റിൽ ഡിസോൾവ് ആക്കി ദ്രാവക രൂപത്തിലുള്ള ലായകത്തിൽ ലയിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കാമെന്നറിയോ? അവരുടെ കേസിൽ സോളുബിലിറ്റി എന്ന് പറയുന്ന സംഭവം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടും. നോക്കിയാൽ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് സോളുബിലിറ്റി ഇൻക്രീസസ്. ലേയത്വം കൂടും ഏതിനനുസരിച്ച്? താപനില കൂടുന്നതനുസരിച്ച്. ആരുടെ കേസിലാ? സോളിഡ് സൊല്യൂട്ടും ലിക്വിഡ് സോൾവെൻ്റ് ആണെങ്കിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ സെക്കൻഡ് കേസ് നോക്കിയടാ. ഇൻ കേസ് ഓഫ് ഗ്യാഷ്യസ് സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ എ ലിക്വിഡ് സോൾവെൻറ്റ്. അതിപ്പോൾ എങ്ങനെ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ സോൾട്ടിന് പകരം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ തൽക്കാലം കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ ഓക്സിജനെയോ ഒക്കെ ലയിപ്പിക്കുകയാണെന്ന് കരുതുക, ഡിസോൾവ് ആക്കാമെന്ന് കരുതുക. അപ്പം എൻ്റെ കയ്യിലുള്ള സോൾവെൻ്റ് ആയ വാട്ടറാണ് അല്ലേ. ഈ വാട്ടറിലേക്ക് ഞാൻ എന്ത് ചെയ്തു? കാർബൺ ഡൈ ഓക്സൈഡിനെ അല്ലെങ്കിൽ ഓക്സിജനെ ഡിസോൾവ് ആക്കാണ്. അപ്പോൾ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അയാൾ ആരാ? ഗ്യാസ് അല്ലേ, വാതകല്ലേ. അപ്പോൾ ഇവിടെ സൊല്യൂട്ട് ആരാണ്? ഗ്യാസാണ്, ഗ്യാഷ്യസ് സൊല്യൂട്ടാണ്. വാതക രൂപത്തിലുള്ള ലീനത്തിനെ എന്ത് ചെയ്യുന്നു? ദ്രാവക രൂപത്തിലുള്ള ലായകത്തിൽ ലയിപ്പിക്കുന്നു. ഓക്കെ, ആ കണ്ടീഷനിൽ ഈ പറഞ്ഞ സോളുബിലിറ്റിയുടെ വ്യത്യാസം എങ്ങനെയാണെന്നറിയോ? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് സോളുബിലിറ്റി ഡിക്രീസസ്, കുറയുന്നു. നമ്മൾ നേരത്തെ ഫസ്റ്റ് കേസിൽ, ഇതിൻ്റെ കേസിൽ, ഇയാളുടെ കേസിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ വന്നിരുന്നത്? മുകളിലേക്കാണ് പോയിരുന്നത് അല്ലേ. ഇയാളുടെ കേസിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ മുകളിലേക്ക് വരുന്നത് എന്ത്? ഇത് ടെമ്പറേച്ചറും ഇത് സോളുബിലിറ്റി ആണെങ്കിൽ അല്ലേ. പക്ഷേ ഇവിടുത്തെ ഗ്യാസുകളുടെ കേസിൽ, നമ്മുടെ ഗ്യാസുകളുടെ കേസിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരുന്നറിയോ? ഇതേപോലെ വരും, അടിയിലേക്ക് പോകും. അതായത് ടെമ്പറേച്ചർ ഇങ്ങനെ പോകുന്നു, സോളുബിലിറ്റി ഇങ്ങനെ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും? അടിയിലേക്ക് പോകണ്ട, കുറയുന്ന അർത്ഥം. സോളുബിലിറ്റി കുറയുന്നു. എങ്ങനെ? ടെമ്പറേച്ചർ കൂടുമ്പോൾ. ആരുടെ കേസിൽ? ഈ കണ്ടീഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ആയിട്ടുള്ള വാതകങ്ങൾ, ഗ്യാസുകൾ ലയിക്കുമ്പോൾ. ക്ലിയർ ആണ് പറഞ്ഞ കാര്യം? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരുന്ന സംഭവം നോക്കിയാടാ, ഒരു ടേബിൾ സൊല്യൂട്ട് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നോക്കിയാൽ പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞ ഒരു സോൾട്ട് തന്നിട്ടുണ്ട്. അതിന് ഓരോ ടെമ്പറേച്ചറിലുമുള്ള സോളുബിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 10 ഡിഗ്രിയിൽ, 20 ഡിഗ്രിയിൽ, 40 ഡിഗ്രിയിൽ സോളുബിലിറ്റി തന്നിരിക്കുന്നു. അപ്പോൾ പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ കേസിൽ 10 ഡിഗ്രിയിൽ 21 ഗ്രാമാണ് എന്ത്? സോളുബിലിറ്റി. മനസ്സിലായാലും എന്താണ് സോളുബിലിറ്റി എന്ന് അറിയാലോ? 100 ഗ്രാം സൊല്യൂഷനെ എന്താക്കി മാറ്റണം? സാച്ചുറേറ്റ് ആക്കാൻ വേണ്ടി എത്ര ഗ്രാം സൊല്യൂട്ട് ആഡ് ചെയ്യണം? അതാണ് സോളുബിലിറ്റി. ഓക്കെ, അപ്പോൾ 21 ഗ്രാം മതി, ഇവിടെ 32 വേണം. ആ രീതിയിലാണ് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് നോക്കിയാൽ, വിച്ച് സാൾട്ട് ഷോസ് ദ മാക്സിമം സോളുബിലിറ്റി അറ്റ് ലോ ടെമ്പറേച്ചർ. കുറഞ്ഞ ടെമ്പറേച്ചറിൽ, കുറഞ്ഞ താപനിലയിൽ മാക്സിമം സോളുബിലിറ്റി ആര് കാണിക്കുന്നു? ഏതാണ് കുറഞ്ഞ താപനില? 10 ഡിഗ്രി അല്ലേ വരുന്നത്. 10 ഡിഗ്രിയിൽ ഫസ്റ്റത്തെ ആൾ KNO3 21 ആണ് വരുന്നത്. NaCl നമ്മുടെ സോൾട്ട് 36 വരുന്നുണ്ട്, 36 വരുന്നുണ്ട്. അമോണിയം ക്ലോറൈഡ് ആണെങ്കിൽ 24 വരുന്നുണ്ട്. ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ സോളുബിലിറ്റി ആർക്കാ? ചോദിക്കേണ്ട ആവശ്യമില്ല, ആർക്കാണ്? NaCl അല്ലേ. അപ്പോൾ ആൻസർ എന്താ വരാ? NaCl, സോഡിയം ക്ലോറൈഡ് കേട്ടോ. 36 ഡിഗ്രി വരും, NaCl വരുന്നത് കേട്ടോ, NaCl. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് സോളുബിലിറ്റി ചേഞ്ച് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്? ഇത് നമുക്ക് ഗ്രാഫ് നോക്കേണ്ടി പറയാൻ പറ്റും. എന്തുകൊണ്ടാണെന്നറിയോ? തന്നിരിക്കുന്ന ആൾക്കാർ മുഴുവൻ ആരാ? സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ടുകളാണ് അല്ലേ, ഖരരൂപത്തിലുള്ള ലീനങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എന്താ റിലേഷൻ വരുന്നത്? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് സോളുബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. താപനില കൂടുമ്പോൾ ലയത്വവും കൂടുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിയാലോ. എന്താ സംഭവിക്കുന്നത്? ഇൻക്രീസ് ചെയ്യും അല്ലേ, സോളുബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ ആണോ പറഞ്ഞ കാര്യം? ഇത് പഠിച്ചു വയ്ക്കുക കേട്ടോ. 2 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ മീൻ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതാ വരുന്നത് അടുത്തത്, ഇതിൻ്റെ ബാക്കിയാണ് വരുന്നത്. What is the C question? What is the amount of solute required to prepare saturated solution of potassium nitrate in 50 gram water at 40 degrees Celsius? നമ്മുടെ ടേബിളിൽ തന്നിരിക്കുന്നത് 100 ഗ്രാം വാട്ടറിൻ്റെ കേസാണ്. 100 ഗ്രാം വാട്ടറിൻ്റെ 100 ഗ്രാമിൻ്റെ കേസിലാണ്. ആരാണ് ആൾ? പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലേ. പൊട്ടാസ്യം നൈട്രേറ്റ് ആരാ? ഫസ്റ്റത്തെ ആളല്ലേ ഇയാളുടെ കേസിൽ. ഇയാളുടെ കേസിൽ 40 ഡിഗ്രിയിൽ 40 ഡിഗ്രിയിൽ 100 ഗ്രാം വാട്ടർ ആണെങ്കിൽ, 100 ഗ്രാം വാട്ടർ ആണെങ്കിൽ, ശ്രദ്ധിച്ചാൽ 100 ഗ്രാം വാട്ടർ ആണെങ്കിൽ 40 ഡിഗ്രിയിൽ എത്ര വേണം നോക്കിയാൽ?
62 ഗ്രാം വേണം അല്ലേ, 62 ഗ്രാം വേണം അല്ലേ, 62 ഗ്രാം വേണ്ടേ? ഓക്കെ, ഇവിടെ ചോദ്യം എന്താണ്? 50 ഗ്രാം വാട്ടറാണ്, അതായത് 100 ഗ്രാമിൻ്റെ പകുതി വാട്ടർ മതി. ടെമ്പറേച്ചർ 40 വരെ 50 ഗ്രാം ആക്കി മാറ്റി. ഓക്കെ, ടെമ്പറേച്ചർ എത്രയാണ് വരുന്നത്? 40 ഡിഗ്രി തന്നെ. അപ്പോൾ സോളിബിലിറ്റി എത്രയായിരിക്കും അറിയോ? കാരണം നമുക്കറിയാവുന്ന കേസ് എന്താണ്, ഈ ടെമ്പറേച്ചറും സോളിബിലിറ്റി നമ്മുടെ റിലേഷനില്ലേ ഒരേപോലെയുള്ള കൂടി പോകുന്നത് അല്ലേ. അപ്പോൾ 50 ഗ്രാം ആക്കാണ്. ഇവിടുത്തെ കേസിൽ ടെമ്പറേച്ചർ സെയിം ആണ്. അപ്പോൾ ടെമ്പറേച്ചർ യാതൊരു വ്യത്യാസം വരുന്നില്ല. പക്ഷെ എന്ത് മാറിയിട്ടുണ്ട്? നമ്മുടെ ഇതിൻ്റെ അളവ് മാറിയിട്ടുണ്ട് അല്ലേ, 50 ഗ്രാം പകുതിയായിട്ട് മാറി. അങ്ങനെ വരുമ്പോൾ സോളിബിലിറ്റി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നറിയോ? ഇയാളും പകുതിയായിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്ത് വരും? 62/2 വരും. എത്ര വരും അപ്പോൾ? 31 ഗ്രാം. അത് 31 ഗ്രാം. അതായത് 100 ഗ്രാം ആണെങ്കിൽ 62 ഗ്രാം വേണം. എന്ത്? സോളിബിലിറ്റി 62 ആയിരിക്കും വരാം. അതേസമയം 50 ആണെങ്കിൽ എന്ത് വരും? 50 ആയതുകൊണ്ട് പകുതി, 100യുടെ പകുതിയല്ല 50. അതേപോലെ 62 പകുതി വരാം 31 വരും. 31. ഓക്കെ, 31 ഗ്രാം വരും കേട്ടോ. 31 ഗ്രാം മതി. ഓക്കെ, ക്ലിയർ ആണ് പറഞ്ഞ കാര്യം. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് വേറൊരു ക്വസ്റ്റിലേക്ക് പോവാം. ശ്രദ്ധിച്ചിരുന്നാടാ, ക്വസ്റ്റിൻ്റെ ഗ്രാഫ് വേണ്ട. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ ഒക്കെയാണ്. ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ ഇവയൊക്കെ ആണെന്നറിയോ? ഗ്യാസുകളാണ്. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഗ്യാസ് എന്താ പറയുക, ലിക്വിഡായിട്ടുള്ള സോൾവെൻറ്റിൽ ഡിസോൾവ് ആകുന്ന കേസ്. അതുകൊണ്ടാണ് ഗ്രാഫ് എങ്ങനെ പോയിരിക്കുന്നത്? അടിയിലേക്ക് പോയിരിക്കുന്നത്. കണ്ടാ, താഴത്തേക്ക് വയ്ക്കുന്നുണ്ടാ, അടിയിലേക്ക് വയ്ക്കുന്നുണ്ടാ. ഓക്കെ, ഇനി ചോദ്യം ശ്രദ്ധിച്ചാൽ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഗ്യാസ് ഷോസ് മാക്സിമം സോളിബിലിറ്റി ഇൻ വാട്ടർ? ജലത്തിൽ ഏറ്റവും കൂടുതൽ ലയത്വം കാണിക്കുന്ന ഏത് വാതകമാണ്? ഈ ഗ്രാഫിൽ ഏറ്റവും മുകളിൽ വരുന്നതായിരുന്നു. ഈ ഗ്രാഫ് ഏതാ വരുന്നത് നോക്കിയത്? ഇതാരുടെ ഗ്രാഫാ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ. അപ്പോൾ ആരാ ആൻസർ വരാം? കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. ഏറ്റവും കൂടുതൽ സോളിബിലിറ്റി ആർക്കാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്. കാരണം ഗ്രാഫിൽ വാല്യൂ ഏറ്റവും മുകളിലാർക്ക് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പോകുന്നത് കണ്ടോ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റൻ എന്താണ്? വാട്ട് ഈസ് ദ സോളിബിലിറ്റി ഓഫ് ഓക്സിജൻ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്? അപ്പോൾ ഓക്സിജൻ്റെ ഗ്രാഫ് ഏതാ? രണ്ടാമത്തെ ഗ്രാഫാണല്ലോ ഓക്സിജൻ്റെ ഗ്രാഫ്. ഇതല്ലേ 20 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ വരില്ല, ഏകദേശം ഇവിടെ വരും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇതാണ് ഓക്സിജൻ്റെ വാല്യൂ കൂട്ടിമുട്ടുന്നത്. ഏകദേശം നോക്കുമ്പോൾ എത്ര വരുന്ന അറിയോ? 0.004 വരും. 0.004 വരും കേട്ടോ, 4 ഗ്രാം അങ്ങനെ വരും. ഓക്കെ, ഇതാണ് അതിന് ആൻസർ വരാം. ഗ്രാഫ് നോക്കാൻ നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി നമ്മൾ ഫിസിക്സും ബാക്കിയുള്ള വിഷയങ്ങൾ പഠിക്കുന്നതാണ് കേട്ടോ, മാത്സിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നോക്കണം കേട്ടോ അത്. ഓക്കെ, ഞാൻ ഐഡിയ മാത്രമാണ് പറഞ്ഞു തന്നത്. ദെൻ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നീങ്ങാം. സി ക്വസ്റ്റൻ എന്താണെന്ന് നോക്കിയാൽ, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ സോളിബിലിറ്റി ഓഫ് ഗ്യാസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്? ഉത്തരം അറിയാലോ. എന്താണ് ഗ്യാസുകളുടെ കേസിൽ എന്താ പ്രത്യേകത? ഞാൻ നേരത്തെ പറഞ്ഞു തന്നു കഴിഞ്ഞു. എന്താണ് സോളിബിലിറ്റി എന്ന് പറയുന്ന സംഭവം? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിക്രീസ് ചെയ്യും. കണ്ട, ടെമ്പറേച്ചർ കൂടുമ്പോൾ സോളിബിലിറ്റി അടിയിലേക്ക് വരണണ്ട, ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഡിക്രീസസ് ആണ് ആൻസർ വരാം, കുറയുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സജസ്റ്റ് എ മെത്തേഡ് ടു ഇൻക്രീസ് ദ സോളിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ. വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോളിബിലിറ്റി ലയത്വം കൂട്ടാനായിട്ട് ഒരു മാർഗ്ഗം നിർദ്ദേശിക്കാൻ. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം പറയാം, ഇതിൽ ടെമ്പറേച്ചർ കുറച്ചെന്ത് സംഭവിക്കും? സോളിബിലിറ്റി കൂടാം അല്ലേ, സോളിബിലിറ്റി കൂടാം. അതല്ലാതെ വേറൊരു സംഭവം ഉള്ളത്, പ്രഷർ ഇൻക്രീസ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പഠിച്ചു അല്ലേ, സോളിബിലിറ്റിന് ഏതൊക്കെയാണ് വരുന്നത്? പ്രഷർ ഒരു ഫാക്ടറാണ് അല്ലേ. അപ്പോൾ അടുത്ത കേസിൽ പ്രഷർ കൂട്ടിയാൽ മതി കേട്ടോ, പ്രഷർ കൂട്ടുക. അതായത് മർദ്ദം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോളിബിലിറ്റി കൂടുന്നതാണ്. ഓക്കെ, പഠിച്ചു വയ്ക്കുക കേട്ടോ അത്. ദെൻ നമുക്ക് ഓക്കെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ അല്ലേ. ദെൻ നമുക്ക് അടുത്തേക്ക് പോകാം. പ്രിപ്പയർ ആൻഡ് നോട്ട് ഓൺ ദ സോളിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ വാട്ടർ. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ആൻസർ കാണിച്ചു തരാം കേട്ടോ. അടുത്തത്, വാട്ട് മേ ബി ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ നേച്ചർ ഇഫ് ഓക്സിജൻ ഷോസ് മോർ സോളിബിലിറ്റി ഇൻ വാട്ടർ? അതായത് വെള്ളത്തിൽ ഓക്സിജൻ കൂടുതൽ ലയിക്കുകയാണെന്ന് കരുതുക. സോളിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ലയിക്കുകയാണ് അല്ലേ. കൂടുതൽ ലയിച്ചത് സംഭവിക്കാമെന്ന് അറിയോ? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ എന്ത് സംഭവിക്കും? വെള്ളത്തിൻ്റെ അടുത്തുകൾ പോകുമ്പോഴേക്കും അല്ല വെള്ളത്തിലാവുമ്പോഴേക്കും ഡിസോൾവ് പോകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ നമ്മുടെ ലിവിങ് തിങ്സിനൊക്കെ നമ്മുടെ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടായി വരും. ഓക്കെ, അതാണ് ആൻസർ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കാണിച്ചു തരാം. എന്താ വരുന്നു? ഏതാണ് ക്വസ്റ്റൻ വരുന്നത് നോക്കിയാൽ, പ്രിപ്പയർ സോളിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ വാട്ടർ കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് സോളിഡ്സ്. ഓക്കെ, നമ്മുടെ ഖരത്തിൻ്റെയും വാതകത്തിൻ്റെയും ലയത്വം താരതമ്യം ചെയ്യുക. ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത് കേട്ടോ. നോക്കിക്കോ, ഇതാ സോളിഡ് സൊല്യൂട്ട് ഡിസോൾവ്സ് ഫാസ്റ്റർ ഇൻ വാട്ടർ. വെള്ളത്തിൽ വളരെ വേഗത്തിൽ ലയിക്കുന്നു. ഹിയർ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് സോളിബിലിറ്റി ഇൻക്രീസസ്. ഓക്കെ, സോളിബിലിറ്റിയും ടെമ്പറേച്ചർ എന്താണ്? ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുന്ന അർത്ഥം കേട്ടോ. ബട്ട് ഇൻ കേസ് ഓഫ് ഗ്യാഷ്യസ് സൊല്യൂട്ട്, വാതകങ്ങളുടെ കേസിൽ ഇറ്റ് ഡിസോൾവ്സ് ഇൻ ലെസ്സർ എമൗണ്ട് ആൻഡ് ഹിയർ വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് സോളിബിലിറ്റി ഡിക്രീസസ്. ഓക്കെ ആണല്ലോ പറഞ്ഞ കാര്യം.
ഞാൻ ഓൾറെഡി കുറേ തവണ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, വീണ്ടും പറയുന്നില്ല. ഇനി ലാസ്റ്റിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞത് എന്താണ്? അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ വിൽ ബി ലെസ് ആൻഡ് അഫക്ട് ദ ലൈഫ് പ്രോസസ്. ഓക്കെ, നമ്മുടെ ഭൂമിയിൽ ഓക്സിജൻ്റെ അളവ് കുറയും. എങ്ങനെ? ഓക്സിജൻ കൂടുതൽ ഡിസോൾവ് ആകുകയാണെങ്കിൽ അല്ലേ, വെള്ളം കൂടുതൽ, അപ്പം സംഭവിക്കും ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് നമ്മുടെ ഈ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയും വരുന്നുണ്ട്, എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമ്മുടെ ഈ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ഈ പാർട്ടിൽ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ബാക്കി ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഓക്കെ.